നമ്മുടെ പാറുമോളുടെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യിക്കാൻ കൂടി വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഒരിക്കലും സ്റ്റിച്ച് ചെയ്ത് തരില്ല, എല്ലാവർക്കും തിരക്കാന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്ത നേരം വൈകി. ഇപ്പോൾ വരുന്ന വഴി റാക്ക് സെറ്റ് ചെയ്യാൻ കൊടുത്തത് നോക്കിയിട്ടോ, അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് നേരം കാറിൽ ഒറ്റയ്ക്ക് ഇരുത്തിയപ്പോഴത്തേനും ഭയങ്കര കരച്ചിലാണ്. ആൾക്ക് ചെറുതല്ല, വലിയ രീതിയിൽ പേടികളൊക്കെ കൂടുതലാട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് 2 തണ്ണിമത്തം മേടിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ കടയിൽ നിന്ന് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും നമ്മുടെ കുക്കറിലിട്ടിട്ട് വെവിച്ച അവസ്ഥയാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങ ഉണക്കാൻ വെച്ചിരുന്നില്ലേ, അതിൻ്റെ അച്ചാർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ജ്യൂസ് അടിച്ച് വെക്കും. അതിപ്പോൾ എന്താ നിർബന്ധം, പൈനാപ്പിൾ ആയിക്കോട്ടെ, തണ്ണിമത്തൻ, സർബത്ത്, എന്തൊട്ടായാലും ഒരു 3 ദിവസത്തേക്കുള്ളത് നമ്മൾ അടിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഈ ജാറ് കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് മെയിനായിട്ട് വെക്കുന്നത്. ജ്യൂസൊക്കെ വെച്ച് അല്ലെങ്കിൽ സാധാ വെള്ളയിൽ ഒഴിച്ച് ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് പുറത്തായാലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ മെയിനായിട്ടും ജ്യൂസൊക്കെ അടിച്ച് വയ്ക്കുന്നത്. അത് കുറച്ചുമ്പോൾ നല്ല കൂളിംഗ് ആവും, കേടാവത്തുമില്ല, അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചില്ലിൻ്റെ 2 കുപ്പിയാണ്. വാട്ടർ ബോട്ടിൽ ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കും ഫുൾ ടൈം, അത്യാവശ്യമാണല്ലോ. അങ്ങനെ നമ്മളിത് അടുക്കളൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുകയാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് കാണിക്കാറുണ്ട്. അതേപോലെ ഒരു ഐറ്റമാണ് ഈ ഒരു സാധനം, നമ്മുടെ തുടയ്ക്കുന്ന തുണിയാണ് കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പറൊക്കെ പോലെ തോന്നും, വലിയൊരു റോളാണ് കേട്ടോ. നമുക്ക് റീയൂസബിൾ ആണ്, എല്ലായിടത്തും നമുക്ക് തുടയ്ക്കാൻ പറ്റും. അതായത് 2-3 ആഴ്ചയോളം ഒരൊറ്റ തുണി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അടിയിലേക്ക് ഇങ്ങനെ വെള്ളം ഊറി പുറത്തേക്ക് വന്നോളും, സോപ്പ് അലിഞ്ഞ് പോവില്ല. നമ്മുടെ സെറ്റപ്പ് ഇങ്ങനെയായിരുന്നു. നമുക്ക് സ്പോഞ്ചിന് പകരം ഈ ഒരു ഐറ്റമാണ് കേട്ടോ കഴുകാൻ നല്ലത്. പക്ഷേ ഇവിടെ സ്പോഞ്ച് വെച്ച് യൂസ് ചെയ്താലേ ഇവിടെ സമാധാനം ഉണ്ടായിരിക്കത്തുള്ളൂ. അതങ്ങനെയാണല്ലേ, ചില സംഭവത്തിൽ നമ്മൾ ലോക്കായി കിടക്കും. അങ്ങനെ നമ്മൾ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇട്ട് വെച്ച് അച്ചാറ് കുപ്പിയിലാക്കാൻ പോവുകയാണ് മക്കളെ. മാങ്ങ ഉണക്കാൻ വെച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു റെസിപ്പി കാണിക്കണത്. പക്ഷേ ഞാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ സഹായത്തിന് വരുന്ന ചേച്ചി അമ്മയും കൂടി സാധനം ഇട്ട് വെച്ചിരുന്നു. ഇതിലേക്ക് ഒരു മുട്ട ഓംപ്ലേറ്റും മീൻകറിയും കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിലല്ല പൊന്നേ, സ്വർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ മിന്നി നിൽക്കും കേട്ടോ. ഞാൻ ഡയറ്റിൽ ഭയങ്കര ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു. രാത്രി ഞാൻ ചോറേ കഴിക്കാറുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ചോറിൽ ഭയങ്കര അഡിക്ഷനാണ്. അച്ചാർ വീട്ടിലുണ്ടെങ്കിൽ പറയണ്ട, ഞാൻ ചോറ് കഴിക്കും. എന്നെപ്പോലുള്ള അച്ചാർ കൂതിയന്മാർ ഇവിടെ കുറേ ഉണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.